പെരുമ്പാവൂരിൽ പന്നിയിറച്ചി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഒക്കലിൽ കിട്ടുമെന്ന്. വേറെ ചിലർ പറയുന്നു പുല്ലുവഴിയിൽ കിട്ടുമെന്ന്. ചിലർ പറയുന്നു അങ്കമാലിയിലും കുറുപ്പുംപടിയിലും കിട്ടുമെന്ന്. ഇവിടെ ചോദ്യം പെരുമ്പാവൂരിൽ കിട്ടുമോ എന്നാണ്. അത് കിട്ടില്ല എന്ന് ഒടുവിൽ സഖാക്കളും സുഡാപ്പികളും പറഞ്ഞൊപ്പിച്ചു. ഇനിയാണ് ചോദ്യം, എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ മാത്രം ഒരു പന്നിയിറച്ചി നിരോധനം? എന്തിനു വേണ്ടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഇത്തരം ഒരു നിരോധനം നടപ്പിലാക്കുന്നത്? പെരുമ്പാവൂരിലെ ഒരൊറ്റ ഹോട്ടലിൽ പോലും പന്നിയിറച്ചി വിളമ്പുന്നില്ല. ഒരൊറ്റ ബാറിലും പന്നിയിറച്ചി ലഭിക്കില്ല. ആരെയാണ് സ്ഥാപന ഉടമകൾ ഭയപ്പെടുന്നത്? ബീഫ് നിരോധനം ചർച്ചയാക്കിയവർ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിലെ പന്നിയിറച്ചി നിരോധനം ചർച്ച ചെയ്യാത്തത്? കേരളമാകെ ബീഫ് ഫെസ്റ്റ് നടത്തിയവർ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്താതിരുന്നത്? എല്ലാത്തിനും ഉത്തരമുണ്ട്. ന്യൂനപക്ഷ വിഭാഗം ഒരൽപ്പം കൂടുതലുള്ള നാടാണ് പെരുമ്പാവൂർ. ഇസ്ലാമിനെ സംബന്ധിച്ച് പോർക്ക് അവന് ഹറാമാണ്. ഭൂരിഭാഗം ഇസ്ലാം മതവിശ്വാസികളും പന്നിയിറച്ചി കഴിക്കാത്തതിനാൽ തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മേഖലകളിൽ അത് മറ്റാരും കഴിക്കാനോ വിൽക്കുവാനോ പാടില്ല. അതായത് പെരുമ്പാവൂരിലെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പെരുമ്പാവൂരിലെ ഭൂരിപക്ഷ ജനങ്ങൾ പറയും. അതനുസരിച്ചേ മതിയാകൂ. ആരെങ്കിലും സ്വന്തം റിസ്കിൽ പെരുമ്പാവൂരിൽ ഒരു പന്നിയിറച്ചി കട തുടങ്ങിയാലോ സ്വന്തം ഹോട്ടലിലോ ബാറിലോ പന്നിയിറച്ചി വിളമ്പിയാലോ അവന്റെ മയ്യത്തെന്നത് അലിഖിത നിയമം. ഇതൊന്നും കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം പെരുമ്പാവൂരിലെ സംഘടിത മതന്യൂനപക്ഷത്തിന്റെ വോട്ടില്ലെങ്കിൽ ഒരു പാർട്ടിക്കും അവിടെ നിന്ന് വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പശുവിനെ പരസ്യമായി കൊല്ലുകയും ബീഫ് ഫെസ്റ്റ് നടത്തി ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ പെരുമ്പാവൂരിൽ പോർക്ക് ഫെസ്റ്റുമായി വരില്ല. പശുവിനെ വെട്ടിത്തിന്നാൻ കേരളത്തിലെ ജനങ്ങളെ നിർബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പെരുമ്പാവൂർ എന്നത് മൗനമാണ്. സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് പശുവിറച്ചിക്കായി ആർത്തി പൂണ്ടു പായുന്ന ഹിന്ദുക്കൾക്കാവട്ടെ അത് ചൂണ്ടിക്കാട്ടിയാൽ മതേതരവാദി എന്ന കിരീടം നഷ്ടപ്പെടുമോ എന്ന ഭയവും. ഈ രാജ്യത്തെ 80% വരുന്ന ഹിന്ദു സമൂഹം ദൈവതുല്യമായി ആരാധിക്കുന്ന പശുവിനെ കശാപ്പ് ചെയ്ത് വെട്ടി വിഴുങ്ങിയാലേ ഉദരം നിറയൂ എന്ന് വാശി പിടിക്കുന്നവർ തന്നെയാണ് താൻ കഴിക്കാത്ത പന്നിയിറച്ചി മറ്റാരും കഴിക്കരുതെന്ന ചട്ടം കൊണ്ടുവന്നത്. സഹോദരരെ, പെരുമ്പാവൂർ നമുക്ക് മുൻപിലെ ഒരു പാഠമാണ്. മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറായില്ലെങ്കിൽ മറ്റൊരു കാശ്മീർ ആയിരിക്കും ഫലം. സ്വന്തം മതത്തെ അവഹേളിച്ച് കയ്യടി നേടുന്ന എല്ലാ മതേതര ഹിന്ദുക്കളും ഇനിയെങ്കിലും സ്വന്തം അസ്തിത്വം പണയപ്പെടുത്താതിരിക്കട്ടെ.